നമ്മുടെ തൊഴിലിലും സംരംഭത്തിലും വിജയിക്കാൻ വേണ്ട ഏറ്റവും മികച്ച ഒരു ക്വാളിറ്റിയെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ വീഡിയോ മുഴുവനായി കാണുക. ആ ക്വാളിറ്റിയാണ് കമ്മിറ്റ്മെൻറ്റ്. വെറും കമ്മിറ്റ്മെൻ്റ് അല്ല, 100% കമ്മിറ്റ്മെൻറ്റ്. നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ജോലിയോടും നിങ്ങൾ ഇന്ന് തുടങ്ങി വെച്ച സംരംഭത്തോടും 100% കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ വിജയിക്കും എന്നൊന്നും ഞാൻ പറയില്ല. വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാണെങ്കിലും വിജയം നിങ്ങളെ തേടിയത്. ഞാൻ ചില വ്യക്തികളുടെ പേര് പറയാം. ഇവർക്കുള്ള കമ്മിറ്റ്മെൻറ്റ് എത്ര ശതമാനമാണെന്ന് നിങ്ങൾ എന്നോട് പറയാനാവില്ല. അവിടെ ഇരുന്ന് നിങ്ങളോട് പറയുക. സച്ചിൻ ടെണ്ടുൽക്കർ, ഗോഡ് ഓഫ് ക്രിക്കറ്റ്. എത്രയാണ് കമ്മിറ്റ്മെൻറ്റ്? 110 ആണോ? ധിരുഭായ് അംബാനി, കമ്മിറ്റ്മെൻറ്റ് എത്രയായിരിക്കും? ഊഹിക്കുക. അമിതാഭ് ബച്ചൻ, അദ്ദേഹത്തിൻ്റെ ആ ശബ്ദഗാംഭീര്യം, അമിതാഭ് ബച്ചൻ, പോൾ റാവ് എന്നൊക്കെ പറഞ്ഞ് ഈ പ്രായത്തിലും തിളങ്ങി നിൽക്കുന്നത് എന്തിൻ്റെ പേരിലാണ്? 100% കമ്മിറ്റ്മെൻ്റ് അല്ലേ? യൂസഫ് അലി സാർ, നമ്മളൊക്കെ ആരാധനയോട് കാണുന്ന, ഞാനും ഒക്കെ ലൂലുവിൻ്റെ ട്രെയിനറാണ്. അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റിൻ്റെ പെർസെൻറ്റേജൊക്കെ നമുക്ക് അളക്കാൻ പോലും ആവില്ല. നമ്മളൊക്കെ ഗാനഗന്ധർവൻ എന്ന് വിളിക്കുന്ന ശ്രീ യേശുദാസ്, നമ്മുടെ ദാസേട്ടൻ, കമ്മിറ്റ്മെൻറ്റ് എത്രയായിരിക്കും? വേണ്ട, നമ്മളൊക്കെ ആരാധിക്കുന്ന നമ്മുടെ സ്വന്തം ലാലേട്ടനും മമ്മൂക്കയും ഈ പ്രായത്തിലും അവർ ഹിറ്റുകളുടെ പുറകെയാണ്. എത്രയോ ചെറുപ്പക്കാർ അതിന് ശേഷം വന്നിട്ടുണ്ട്. അവരുടെ കമ്മിറ്റ്മെൻറ്റിനെ മാച്ച് ചെയ്യാൻ ആർക്കെങ്കിലും ആവോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഞാനീ പറഞ്ഞ ആൾക്കാരെ എല്ലാം ഡ്രൈവ് ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് 100% കമ്മിറ്റ്മെൻറ്റാണ്. നമ്മൾ എന്ത് തൊഴിലാണ് ചെയ്യുന്നതെങ്കിലും, എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിലും, എന്ത് ഡിസ്ട്രാക്ഷൻ ഉണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോട് 100% ആ കമ്മിറ്റ്മെൻറ്റ് നമുക്ക് പുലർത്താനാവുന്നുണ്ടെങ്കിൽ വിജയം എന്നാണെങ്കിലും നമ്മളെ തേടി വരും. അതുകൊണ്ട് ഇന്ന് തന്നെ തീരുമാനമെടുക്കാം. ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയോട് എനിക്ക് 100% കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കും.